speed to the city streets. We began to feel the fire. We rise like tall buildings as the chemicals they take us higher. The night's young and it's just begun as she puts her hand in mine. We wanna chase the night, wanna dance to the light, pull stars from the sky, just two hearts running wild. Never sleep, never stop, as we shout from the top. We're gonna... ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ എൻ്റെ ഒരു ദിവസത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു മിനി വ്ളോഗാണ്. അപ്പം ഇന്ന് അങ്ങനെ എണീക്കാൻ അത്യാവശ്യം നല്ല ലേറ്റ് ആയിട്ടുണ്ട്. സുബഹിക്കൊക്കെ എണീറ്റു, പ്രേയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും കിടന്നതാണ്. അപ്പം ദേ ഇപ്പോൾ ടൈം ഒരു 11 മണി അടുപ്പിച്ചായിട്ടുണ്ട്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടായിരുന്നു, അപ്പോൾ അത് കഴിക്കാൻ തോന്നിയില്ല. അങ്ങനെ ഉമ്മ ചക്കയൊക്കെ ഇങ്ങനെ അവിച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത് രാവിലെയാണ് കേട്ടോ, അപ്പോൾ അതുകൊണ്ട് തന്നെ പുറത്തെ സൗണ്ടൊക്കെ നല്ലപോലെ കേൾക്കാം. അപ്പം അതെല്ലാവരും ഒന്ന് ക്ഷമിക്കണം. അങ്ങനെ ദേ സാധനം കൈ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് അച്ചാറും പൊരിച്ച മീനും പിന്നെ ഇത് എന്തോ മുളക് പൊടിയും എണ്ണയും ഉപ്പും കൂടിയൊക്കെ ഇട്ടിട്ട് ഉള്ളൊരു കറിയാണ്. ഇത് ഉമ്മച്ചിയും ഉണ്ടാക്കിയതാണ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ അതൊക്കെ കഴിക്കലാണ്. അങ്ങനെ വെറുതെ ബോറടിച്ച് ഇരുന്നപ്പോഴായിരുന്നു ഈ ഒരു പെയിൻറ്റ് എൻ്റെ കണ്ണിൽ പെട്ടത്. അപ്പോൾ വിചാരിച്ചു എന്തെങ്കിലുമൊക്കെ ഒന്ന് കുത്തിയും വരച്ചൊക്കെ ഇരിക്കാമെന്ന്. ഒന്നുമില്ലെങ്കിൽ സമയമെങ്കിലും പോകുമല്ലോ എന്ന് വിചാരിച്ചു. ഇത് പണ്ട് ഞാൻ സ്കൂളിലും മറ്റും പഠിക്കുമ്പോൾ അപ്പം എനിക്ക് കുറേ വർഷങ്ങൾക്ക് മുമ്പ് കൊണ്ടു തന്ന ഒരു പെയിൻ്റാണ്. നല്ലപോലെ കട്ടയൊക്കെ പിടിച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ ബ്രഷിൻ്റെയൊക്കെ അവസ്ഥ പറയുകയാണെങ്കിൽ വൻ ശോകമാണ്, ഫുള്ള് പോയിട്ടുണ്ട്. അങ്ങനെ ഞാൻ പിന്നെ ബഡ്സൊക്കെ ഇട്ടിട്ടൊക്കെ ആയിരുന്നു ഇതുപോലെയൊക്കെ ഈ പെയിൻ്റൊക്കെ വരച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ വെറുതെ ഇരിക്കുകയാണല്ലോ, അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തതാണ്. വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴാണ് കേട്ടോ ഇതൊക്കെ ഒന്ന് കൈ കൊണ്ട് തൊടുന്നത് തന്നെ. പണ്ട് ഞാൻ അത്യാവശ്യം നല്ലപോലെയൊക്കെ വരയ്ക്കുമായിരുന്നു. ഇപ്പം ആ ഒരു ടച്ചൊക്കെ അങ്ങ് വിട്ടുപോയി. ഇപ്പം വലിയ കുഴപ്പമില്ലാണ്ട് വരയ്ക്കുന്നുണ്ട്. എങ്കിലും ഏതെങ്കിലുമൊക്കെ ഒരു പിക്കൊക്കെ കാണുമ്പം അത് നോക്കിയൊക്കെ വരയ്ക്കാനൊക്കെ വലിയ ഇഷ്ടമായിരുന്നു. ചിലതൊക്കെ അതുപോലെ വരും, ചിലതൊക്കെ വേറെ രീതിയിൽ വരും. എന്നാലും ഇങ്ങനെ വരയ്ക്കാനൊക്കെ വലിയ ഇഷ്ടമായിരുന്നു സ്കൂളിലൊക്കെ പഠിക്കുന്ന ടൈമിലൊക്കെ. ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു കുഞ്ഞു പിക്ക് കാണുമ്പം അതതുപോലെ വരച്ചിട്ട് ഇങ്ങനെ ഭിത്തിയിലൊക്കെ ഇങ്ങനെ ഒട്ടിച്ചൊക്കെ വെക്കുമായിരുന്നു. അങ്ങനെ കുറേ പിക്കുകളൊക്കെ ഉണ്ടായിരുന്നു മുമ്പ്, ഇപ്പം അതൊക്കെ പോയി. അങ്ങനെയായിരുന്നു ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വരയ്ക്കാമെന്ന് വിചാരിച്ചത്. ഇനി പുതിയ ബ്രഷും പെയിൻറ്റും ഒക്കെ വാങ്ങിക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. വാങ്ങിച്ചാലും പിന്നെ കുറച്ച് ദിവസം യൂസ് ചെയ്യും, അത് കഴിഞ്ഞ് എവിടെയെങ്കിലുമൊക്കെ പൊടിയും പിടിച്ച് കട്ടയ്ക്ക് പിടിച്ചിരിപ്പുണ്ടായിരിക്കും. എന്നാലും ഒന്ന് വാങ്ങിക്കണമെന്നുണ്ട് മനസ്സിൽ. ഇൻഷാ അല്ലാഹ് എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങിക്കണം. ഇതുപോലെ വെറുതെയൊക്കെ ഇരിക്കുമ്പോൾ ബോറടിച്ചൊക്കെ ഇരിക്കുമ്പം എന്തെങ്കിലുമൊക്കെ ഒന്ന് കുത്തിയും കുറിച്ചൊക്കെ ഇരിക്കാമല്ലോ എന്ന് വിചാരിക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ ഈ എടുക്കുന്ന സാധനങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇട്ടിട്ട് പോകുന്നൊരു സ്വഭാവം പണ്ടേ എനിക്കുണ്ട്. അപ്പം അതൊക്കെ ഒന്ന് അടുക്കി പെറുക്കി വെക്കലാണ്. ഇല്ലെങ്കിൽ ഒരു സാധനം എടുത്താൽ പിന്നെ അത് കാണൂല, പിന്നെ അത് കണ്ടുപിടിക്കൽ അതിൽ നിന്നും വലിയൊരു ടാസ്ക്കാണ്. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ ഒരു പെട്ടിയിലൊക്കെ ഇട്ടിട്ട് എല്ലാ സാധനങ്ങളും അതിലിട്ട് വെക്കലാണ്. പിന്നെ യൂസ് ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. പിന്നെ ഇതുപോലെ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യാനിരിക്കുന്ന ടൈമിലും അവിടുത്തെ ആ സ്ഥലത്ത് മൊത്തവും ആ തറയിലൊക്കെ മൊത്തവും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ പേപ്പറും ചപ്പും ചവറും ഒക്കെ ആയിരിക്കും. അപ്പം അതൊക്കെ ഒന്ന് തൂത്തുവാരി കളയുകയാണ്, ക്ലീൻ ആക്കുകയാണ് അവിടെ എല്ലാം. ഇല്ലെങ്കിൽ ഉമ്മയുടെ നല്ല ചീത്തയേക്കും. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ എല്ലാം വൃത്തിയാക്കലൊക്കെയാണ്.
അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാനും ഉമ്മയും കൂടിയിട്ട് പർച്ചേസിങ്ങിന് ഒരു ഷോപ്പിലേക്ക് പോവാണ്. ഡ്രസ്സ് നോക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ഈ ഒരു ഷോപ്പിലേക്കാണ് കേട്ടോ പോകുന്നത്. ഇവിടെ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. ഇവിടെ അബായാസ് മാത്രമല്ല, വെസ്റ്റേൺ വെയേഴ്സും എത്നിക് വെയേഴ്സും അങ്ങനെ എല്ലാ കളക്ഷൻസും ഒക്കെ ഉണ്ട്. ഒത്തിരി നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ഞങ്ങളുടെ ഒരു റിലേറ്റീവാണ് പറഞ്ഞത് ഈ ഷോപ്പിനെ പറ്റിയിട്ട്. അങ്ങനെയാണ് ഇങ്ങോട്ടേക്ക് വന്നത്. ഈ സ്ഥലം വരുന്നത് കിളിമാനൂരുള്ള ആലംകോടാണ് കേട്ടോ. ആലംകോടാണ് പ്ലേസ് വരുന്നത്. നൂറ എന്നാണ് ഷോപ്പിൻ്റെ പേര്. ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വരാത്തവരാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വന്ന് നോക്കാം. ഒത്തിരി നല്ല കളക്ഷൻസൊക്കെ ഉണ്ട് കേട്ടോ. അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റും കാര്യങ്ങളൊക്കെ വരുന്നുള്ളൂ. അങ്ങനെ ഇവിടെ നിന്ന് ടോപ്പൊക്കെ എടുക്കുന്നുണ്ട്. ഉമ്മ ഇങ്ങനെ ഓരോന്നൊക്കെ നോക്കുന്നുണ്ട്. ഉമ്മക്ക് ടോപ്പും നോക്കുന്നുണ്ട്, ഫർദയും നോക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെയുള്ള ഷോപ്പിൽ വരുവാണെങ്കിൽ നമുക്കതൊരു എളുപ്പമായിരിക്കും. കാരണം ഫർദയും നോക്കാം, ടോപ്പും നോക്കാം. അങ്ങനെ ഒത്തിരി കളക്ഷൻസൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം നോക്കുകയാണ് ഇങ്ങനെ. പർച്ചേസിങ്ങിന് ശേഷം ഒരു ടോപ്പ് നോക്കി എടുത്തിട്ടുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് അതിന് മാച്ചായിട്ടുള്ള ഷോൾ നോക്കുകയാണ്. ഒത്തിരി കളക്ഷൻസ് ഷോളുകളൊക്കെ ഉണ്ട് കേട്ടോ. ഒത്തിരി കളറിലുണ്ട്. അപ്പം അതൊക്കെ നോക്കുന്നുണ്ട്. പിന്നെ എത്രയൊക്കെ ടോപ്പ് ഒരെണ്ണം എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നാലും ലൈക്ക് ഇങ്ങനത്തെ ഫർദകൾ കാണുമ്പം അതും കൂടെ നോക്കുന്നുണ്ട്. അപ്പം ഫുൾ ഒരു കൺഫ്യൂഷനായിരുന്നു സത്യം പറഞ്ഞാൽ ഏതെടുക്കണം എന്നുള്ളത്. കാരണം അത്രയ്ക്ക് കളക്ഷൻസ് ഉണ്ടായിരുന്നു. നല്ല അഫോർഡബിൾ പ്രൈസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അതൊക്കെ ഇങ്ങനെ നോക്കിയൊക്കെ നിൽക്കുന്നുണ്ട്. ഇപ്പോഴും ഒന്നും ആയിട്ടില്ല. ഇങ്ങനെയൊക്കെ നോക്കുന്നുണ്ട്. ഓരോന്നോരോന്ന് എടുത്തിട്ട് ഓരോന്നോരോന്ന് എടുത്ത് വെച്ച് ഇത് മതി എന്ന് പറയുമ്പം അടുത്ത പുതിയ കളക്ഷൻസ് അവരെടുത്ത് ഇടുന്നുണ്ട്. അപ്പോൾ അത് നോക്കുമ്പോൾ ഫുൾ കൺഫ്യൂഷൻ ഏതെടുക്കണം എന്ന്. അങ്ങനെ നോക്കി ലാസ്റ്റ് ഒരെണ്ണം തന്നെ എടുത്തിട്ടുണ്ട്. കഴിഞ്ഞു. അതേ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അങ്ങനെ ഇറങ്ങിയപ്പം അത്യാവശ്യം നല്ല ലേറ്റ് ആയിട്ടുണ്ട്. അങ്ങനെ അപ്പോൾ വിചാരിച്ചു ഒരു ചായയൊക്കെ കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് ഒരു ബേക്കറി കയറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കോഫി ആയിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. കോഫിയും ഈ ഒരു കട്ട്ലറ്റും ബനാന സ്വീറ്റ് പപ്സാണ്. അപ്പം അതും കൂടി ഓർഡർ ചെയ്തു. അപ്പോൾ അതും കൂടെ കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതൊക്കെ കഴിക്കലാണ്. ചായയൊക്കെ കുടിച്ചിറങ്ങിയപ്പം അത്യാവശ്യം നല്ല ലേറ്റ് ആയിട്ടുണ്ട്. അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. ഈ ഓട്ടോയിലാണോ ഞങ്ങൾ വന്നത്. അപ്പോൾ ആ ഓട്ടോയിൽ തന്നെ തിരിച്ച് പോവാണ് വീട്ടിലേക്ക്. കുളിച്ച് ഫ്രഷൊക്കെ ആയി
ആയിട്ട് ഇനി ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. രാത്രി കഴിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പൊറോട്ടയും ബീഫും ആയിരുന്നിട്ടുണ്ടായിരുന്നത്. പുറത്തുനിന്ന് വന്നപ്പോൾ ഞങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. അങ്ങനെ അതൊക്കെ കഴിക്കലാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പൊറോട്ടയും ബീഫും ഇഷ്ടമല്ലാത്തവരായിട്ട് ആരുമില്ല. എന്നാലും എനിക്കും നല്ല ഇഷ്ടമാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതൊക്കെ ചൂടോട് കഴിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും കൂടെ ഒന്ന് ചെയ്തേക്കണേ. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.